ഇന്നലെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒരു റിസപ്ഷന് പോയി. ഇവിടെ അമ്പലപ്പുഴ ഇവിടെ അടുത്ത് തന്നെ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു. ഞങ്ങളുടെ വീടിനടുത്ത് ഉള്ള ഒരു ചേച്ചിയുടെ മകളുടെ റിസപ്ഷനായിരുന്നു. ഇന്ന് കല്യാണമാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടാണ് ഇറങ്ങിയത്. അത് ഞാൻ പോകണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഹസ്ബൻഡ് പൊക്കോളാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും കൂടെ പോകാം. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയി. നടന്നു പോകുന്ന ദൂരത്തിലേ ഉള്ളായിരുന്നു. നല്ല രസമായിട്ടൊക്കെ ഓഡിറ്റോറിയമൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഡിസൈനുള്ള ലൈറ്റുകളും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾക്ക് നടന്നു പോകുന്ന ദൂരം ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് വർത്തമാനമൊക്കെ പറഞ്ഞ് നടന്ന് സന്തോഷമായിട്ടൊക്കെ ഞങ്ങളൊന്ന് പോയി. ഞങ്ങൾ ഓഡിറ്റോറിയത്തിലൊക്കെ എത്തി. എല്ലാവരും വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ ഒരു ചമ്മലിലാണ്. അവരെല്ലാവരും എൻ്റെ കൂടെ ആദ്യമായിട്ടൊക്കെയാണ് വീഡിയോയിലൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതിനകത്തോട്ട് നടന്ന് ചെന്നപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. കല്യാണപ്പെണ്ണാണ് ഇത്. ആ കൊച്ചിനോട് ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലൊക്കെ ഇട്ടോട്ടെന്ന് വെച്ചപ്പോൾ അതിനൊരു പ്രശ്നവുമില്ല. നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ അങ്ങ് മാറിപ്പോയി. ഞാൻ പിന്നെ അവരെയൊക്കെ വിളിച്ച് എൻ്റെ കൂട്ടത്തിലൊക്കെ നിർത്തി വീഡിയോ എടുത്തു. പെണ്ണിൻ്റെ അമ്മയാണെങ്കിൽ അങ്ങ് മാറി നിൽക്കുമായിരുന്നു. അവർക്ക് ഒരു ടെൻഷനും വിഷമവും ഒക്കെ മോൾ കല്യാണം കഴിച്ച് പോകുന്നതിൻ്റെ ആയിട്ടുണ്ടല്ലോ. പിന്നെ ആ കൊച്ച് അമ്മയെ കൂടെ ഒക്കെ വിളിച്ച് കൂട്ടത്തിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അമ്മയോടൊക്കെ പറയുന്നുണ്ട്, അമ്മ ചിരിക്കമ്മേ, ടെൻഷനൊന്നും വേണ്ട, സന്തോഷമായിട്ടിരിക്കമ്മേ, ചിരിക്കമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ നിർത്തി വീഡിയോ ഒക്കെ എടുത്തു. അപ്പം അവരോട് ഞങ്ങൾ പറഞ്ഞിങ്ങനെ യൂട്യൂബിലൊക്കെ ഇന്ന് എടുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ടൊക്കെ പോയപ്പം ഫുഡൊക്കെ നല്ല രസമാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ചപ്പാത്തി ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ഗോബി മഞ്ചൂരിയൻ, സലാഡ്, നാരങ്ങ അച്ചാർ. ഗോബി മഞ്ചൂരിയനൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അരിഞ്ഞതും ഉണ്ടാക്കിയേക്കുന്നതൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നാരങ്ങ അച്ചാർ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ ഒരു ഐസ്ക്രീമിൻ്റെ അടുത്തോടൊക്കെ ചെന്നു. വാനില ഐസ്ക്രീം ഉണ്ടായിരുന്നു. അതൊന്ന് കഴിച്ചു. ഒന്നുകൂടെ കഴിക്കണമെന്ന് തോന്നി. ഞങ്ങളെല്ലാവരും കൂടെ കൂടി ചെന്ന് ഒന്നുകൂടെ ഒക്കെ വാങ്ങിച്ചു. അങ്ങനെയൊക്കെ കഴിച്ച് എപ്പോഴൊന്നും ഇതൊന്നും കഴിക്കുന്നില്ലല്ലോ. ഒക്കെ കഴിച്ച് പതുക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് രാത്രിയിൽ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് നമുക്കൊരു അരമണിക്കൂറേ ഉള്ളൂ നടക്കാൻ. ഇതൊക്കെ എല്ലാം കുറച്ചുകൂടെ ഒക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇതിൻ്റെയൊക്കെ ഡിസൈനൊക്കെ കണ്ട് എല്ലാം സന്തോഷമായിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോന്നു.